നമ്മുടെ ദൈനംദിന ജീവിതത്തെ പറ്റിയുള്ള ചിന്തകളാൽ എല്ലാവരും തന്നെ ഭാരപ്പെട്ടിരിക്കുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു പറയുവാണ്, അങ്ങനെ നമ്മൾ ഭാരപ്പെടരുത്. എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം? ആഹാരത്തേക്കാൾ വലുതാണ് ജീവൻ. ജീവനില്ലെങ്കിൽ ആഹാരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ശരിയല്ലേ? ജീവൻ നിലനിർത്താനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ജീവൻ ഇല്ലെങ്കിൽ ആഹാരം വേണ്ട, അല്ലേ? അപ്പൊ ജീവൻ തന്നത് ആരാണ്? ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആഹാരത്തേക്കാൾ വലുതായ ജീവൻ നിങ്ങൾക്കും എനിക്കും നൽകിയിരിക്കുന്നത് ആരാണ്? ദൈവമാണ്. ഇനി ശരീരമാണ് ഉടുപ്പിനേക്കാൾ വലുത്, ശരിയല്ലേ? ശരീരം ഇല്ലെങ്കിൽ ഉടുപ്പ് വേണോ? വേണ്ട. അപ്പൊ ഈ ശരീരത്തെ നിർമ്മിച്ചവൻ ആരാ? ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയുവാണ്, നീ ഉടുപ്പിനെ പറ്റി വിചാരപ്പെടുന്നത് എന്തിനാ? ശരീരത്തിനേക്കാൾ ഉടുപ്പ് വലുതല്ല, ശരീരമാണ് വലുത്. ഹല്ലേലൂയ. ഓ, അതുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ഭാരപ്പെടരുതെന്നാ പറയുന്നത്. എന്നിട്ട് പറയുവാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. പറന്ന് നടക്കുന്ന സർവ പറവകളെയും കർത്താവ് എക്സാമ്പിളായിട്ട് അവിടെ കാണിക്കുവാണ്. എന്നിട്ട് പറയുവാണ്, അവ എന്തൊക്കെ ചെയ്യുന്നില്ല? അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. അപ്പൊ ഈ പറവകൾ എന്ത് ചെയ്യുന്നില്ല? വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവർ വിത്ത് വിതയ്ക്കാൻ പുറപ്പെടുന്നുണ്ടോ? അത് പാകമാകുമ്പോൾ കൊയ്യാനായിട്ട് ഏതേലും പറവകൾ പുറപ്പെടുന്നുണ്ടോ? നോക്കിയാൽ നമുക്കറിയാമല്ലേ? കാക്കകളെ തന്നെ നമുക്കെടുക്കാം. ഒന്നും അതിനെപ്പറ്റി ഒന്നും ആകുലമുള്ളവരല്ല. നാളെക്കുറിച്ച് ആകുലമില്ലാത്തവരാണ് ആര്? പക്ഷികൾ, മൃഗങ്ങൾ, എല്ലാവരും തന്നെ. ആകെ ആകുലതകൾ ഉള്ളവർ ആരാണ്? മനുഷ്യൻ. അപ്പോൾ ദൈവം പറയുവാണ്, കർത്താവ് പറയുവാണ്, നിങ്ങൾ നാളെക്കുറിച്ച് ആകുലപ്പെടരുത്. അതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾ ആരെ നോക്കി പഠിക്കണം? പക്ഷികളെ നോക്കി നിങ്ങൾ പഠിക്കണം. അവയ്ക്ക് നാളത്തെക്കുറിച്ചുള്ള ആകുലതകൾ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ആകുലപ്പെട്ടാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് അവിടെ താഴെ കാണുന്നത്. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ആരെയാ പുലർത്തുന്നത്? പക്ഷികളെയൊക്കെ. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അപ്പോൾ ഞാനിരുന്ന് വിചാരപ്പെടുവാണ്, എനിക്ക് നീളം കുറവാണ്, നാളെ എനിക്ക് നീളം വയ്ക്കൂ? ഇല്ല. ഞാൻ വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും തന്നെ ശരിയാക്കാനായിട്ട് എനിക്ക് കഴിയില്ല. എനിക്ക് വളരെ ദുഃഖമാണ്. ഞാനിരുന്ന് കുറേ സമയം അതിനെപ്പറ്റി വിചാരിച്ചു. ഈ ദുഃഖത്തിന് കാരണമായത് എന്താണോ അതിനെപ്പറ്റി ഇങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ചിരിക്കുകയാണ്. എൻ്റെ ദുഃഖം മാറിയോ?